പിന്നെ ഇതാ കണ്ടോ, ഇതിന്റെ വർക്ക് കിട്ടുന്നത് നമുക്ക് ഈ താഴെയാണ് വർക്ക് കിട്ടുന്നത്. കണ്ടോ, നമ്മുടെ ഈ ഉടുത്ത് വരുമ്പം ഈ ഫ്രണ്ട് പോർഷനിൽ ഇതാ ഇതുപോലെ ഒരു വർക്ക് കിട്ടും. കണ്ടോ, ഇത് വർക്ക് നമുക്ക് മാറ്റി ചെയ്യാം, എവിടെ വേണമെങ്കിലും കൂടുതലോ കുറവോ ഒക്കെ വെച്ചിട്ട് ചെയ്യിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ പല സാരികളുണ്ട്. എനിക്ക് കുറച്ച് ഇതിനോടൊരു താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഓർഗൻഡിയിലോ അല്ലെങ്കിൽ സോഫ്റ്റ് സിൽക്കിൽ, സെമി സിൽക്കിൽ, അതുപോലെ പല പല മെറ്റീരിയൽസിൽ ഇതുപോലെ വർക്ക് ചെയ്ത സാരികൾ എൻ്റെ കയ്യിലുണ്ട്. വൈറ്റിലുണ്ട്, പല കളറിലുണ്ട്, ഓർഗൻഡി, ഓർഗൻസ, അങ്ങനെ ഏത് മെറ്റീരിയലിൽ വേണമെങ്കിലും എനിക്ക്, അതായത് ഞാനല്ല വർക്ക് ചെയ്യുന്നത്, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരി അഹം എന്നൊക്കെ പറയുന്ന നമ്മുടെ വലിയ ഷോപ്പുകളൊക്കെ ഇല്ല, ട്രിവാൻഡ്രത്തുള്ള അഹമൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, ഒത്തിരി വലിയ ബൂട്ടിക്കാണ്. അപ്പോൾ അവർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്, അവരുടെ റിലേറ്റീവ് തന്നെയാണ് കേട്ടോ. പക്ഷെ എങ്ങനെ വിചാരിച്ചിട്ട് അത്രയ്ക്ക് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. റേറ്റ് ഭയങ്കര എന്താ പറയുക, ഒരു സാമാന്യം റേറ്റ്. എല്ലാം നല്ല ഹാൻഡ് എംബ്രോയിഡറി, ഹാൻഡ് കട്ട്, ഹാൻഡ് കൊണ്ടുള്ള വർക്കാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. എംബ്രോയിഡറി ആണെങ്കിലും ഷാഡോ വർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ പേൾസിൻ്റെ വർക്ക് എല്ലാം അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട്, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, സ്കൂളിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരി അത് ചെയ്തു തരും. അപ്പം ഞാൻ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആർക്കെങ്കിലും ഇത്തരം സാരികളോട് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ എൻക്വയറി ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ഞാനത് ചെയ്യിച്ചു തരുന്നതായിരിക്കും. അധികം റേറ്റ് ഒന്നും ഉണ്ടാകത്തില്ല. പുള്ളിക്കാരി എല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും എൻ്റെ ക്ലോസ് ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഒത്തിരി സാരികൾ ചെയ്യിച്ചിട്ടുണ്ട്, ടസറിലൊക്കെ ഒരുപാട് സാരികൾ ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം കോട്ട ചെക്കിൽ, അങ്ങനെ പല മെറ്റീരിയൽസിലും ഒരുപാട് സാരികൾ ചെയ്യിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻക്വയറി ചെയ്യാൻ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ കറി കുർത്തിയിലേക്ക് തിരിച്ചു പോവാം. ഫസ്റ്റ് കുർത്തി കണ്ടു, ഇതാണ് കളർ. ഇപ്പം ഇതിനകത്ത് കളർ അത്ര കറക്റ്റ് കളറല്ല. ഇപ്പം ക്ലോസറിൽ കുറച്ചും കൂടെ കളർ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇതൊരു എന്താ പറയേണ്ടത്, ഒരു ഡാർക്ക് പിങ്കിഷ്, ഒരല്പം പീച്ചും കൂടെ ഇതിൽ മിക്സ് ഉണ്ടോ എന്നൊരു സംശയം. അതുപോലൊരു കളർ. ഇതാ ഈ കാണുന്ന കളറെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. എനിക്കിതിൻ്റെ കളർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ഇതാ ഈ കാണുന്ന കളർ ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. നല്ല പ്യുവർ കോട്ടണിലാണ്. ഇതാ മുകളിലെ വർക്ക് ഇങ്ങനെ വരും, താഴത്തേക്ക് വരും തോറും വർക്ക് ഇതാ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുള്ള വർക്കാണ് കിട്ടുക. കണ്ടോ, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വർക്ക് കിട്ടും താഴെ വരെ. എന്നിട്ട് ഇത് സ്ലിറ്റിൻ്റെ സൈഡിൽ ഇതാ ഇതുപോലത്തെ വർക്ക് കിട്ടും. കണ്ടോ, ഇങ്ങനെയാണ് സ്ലിറ്റിൻ്റെ സൈഡിൽ വർക്ക് വരിക. രണ്ട് സ്ലിറ്റിൻ്റെ സൈഡിൽ ഇതുപോലത്തെ വർക്ക് വരും. മറ്റേ വർക്ക് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് വരും താഴെ വരെ. 46 എല്ലാത്തിനും നീളം കിട്ടും. ആർക്കും ഒരു സംശയം വേണ്ട. എന്നോട് ഞാൻ പറഞ്ഞാലും വീണ്ടും വീണ്ടും നിങ്ങളുടെ സംശയം കൊണ്ടായിരിക്കും എന്നോട് ചോദിക്കാറുണ്ട്, എത്ര നീളം കിട്ടും. അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ചിക്കൻ കറി കുർത്തിക്ക് എല്ലാത്തിനും 46 നിങ്ങൾക്ക് നീളം കിട്ടും. കിട്ടാതെ ബാക്കിൽ ഇതുപോലെ ഒരു സിംഗിൾ പ്രിന്റിങ് കിട്ടും. എന്താ ഇതിൻ്റെ മെറ്റീരിയലിനെ പറ്റിയോ, അതില്ലെങ്കിൽ ഇതിൻ്റെ ലെങ്ത്, ഇതിൻ്റെ മെറ്റീരിയലൊക്കെ കണ്ടോ. അതാ നല്ല ഒന്നാന്തരം കോട്ടൺ മെറ്റീരിയലാണ് നമ്മളുടെ കുർത്തികൾ വരുന്നത് കേട്ടോ. ഇതിനകത്തൊന്നും ഒരു കംപ്ലൈൻറ്റ് ഒരിക്കലും വരില്ല കേട്ടോ. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന സൈസ് 38 ആണ് ഇതിൻ്റെ സൈസ്. ഇതിൻ്റെ കയ്യിൽ നമ്മൾക്ക് 3 സൈസാണ്, 38, 40 ആൻഡ് 42. 38, 40, 42 ഇങ്ങനെ 3 സൈസാണ് നമ്മളുടെ കയ്യിൽ ഇതിൻ്റെ ഈ കളറിലുള്ളത് കേട്ടോ. പിന്നെ ഇതാ 44, 46 അവർക്ക് ഇതാ ഇതുപോലൊരു കളർ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ പീച്ചാണ് കേട്ടോ. കണ്ടോ, ഇതാണ് കളറ്. ഇത് കുറച്ചും കൂടെ പീച്ച് കളറാണ്. ഇത് നമ്മളുടെ കയ്യിൽ 2 എണ്ണേ ഉള്ളൂ ആകെ. ഇതൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ പീസസ് ഒന്നും ചോദിക്കുമ്പോൾ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതിനൊക്കെ ഈ ചിക്കൻ കറി കുർത്തിക്ക് അവിടെ തന്നെ ഹൈ ഡിമാൻഡ്. നമ്മൾ ലക്നവിൽ നിന്നാണ് വരുത്തുന്നത്. അവിടെ തന്നെ ഇത് ചോദിക്കുമ്പം ചിലതിൻ്റെ 1 പീസ് 2 പീസ്, ചിലപ്പം 3 4 പീസ് അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. ഇതാ ഇത് 44ഉം 46ഉം മാത്രമേ ഉള്ളൂ കേട്ടോ. വർക്കൊക്കെ എല്ലാത്തിനും ഓൾമോസ്റ്റ് സെയിം ആണ്, പാറ്റേൺ സെയിം ആണ്. ഇതാ ഇതുപോലെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. കണ്ടോ, നല്ല ഹെവി വർക്കാണ് കണ്ടോ. എന്നിട്ട് താഴത്തേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വർക്ക് വരും. എല്ലാത്തിനും ഞാൻ പറഞ്ഞ പോലെ 46 നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലെങ്ത് കിട്ടും. ബാക്കിൽ ഇതാ ഇങ്ങനെ ഒരു സിംഗിൾ വർക്കും കിട്ടും. കണ്ടോ, ഇങ്ങനെ വരും. ഇതിന് നമ്മുടെ കയ്യിൽ 44, 46 2 സൈസേ ഉള്ളൂ കേട്ടോ. ഇനി ഇതാ വൈറ്റിനകത്ത് ഇതാ ഒരു സൈസ് ഉണ്ട്, 40 ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിലും ഒറ്റ പീസേ ഉള്ളൂ. 40യുടെ വൈറ്റ് നമ്മൾ കാണിച്ചതാണ്, നേരത്തെ കാണിച്ചതാണ്. അതിനകത്ത് ഒന്ന് ബാക്കിയിരിക്കുന്നതാണ്. 40യുടെ ഒരു സിംഗിൾ പീസ് ഉണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ കേട്ടോ. അതാ വർക്കൊക്കെ ഞാൻ അന്ന് കാണിച്ചതല്ലേ. ഇതാ കാണാത്തതുണ്ടെങ്കിൽ ഇതാ ഒന്നും കൂടി കണ്ടോളൂ. ഇതാ ഇങ്ങനെയാണ് ഫ്രണ്ടിൽ വർക്ക് വരുന്നത്. ഫ്രണ്ടിലൊക്കെ നല്ല ഹെവി വർക്ക് വരും കണ്ടോ, താഴെ വരെ കണ്ടോ.
താഴെ വരെ നല്ല ഹെവി വർക്ക് ഇതാ ഇത്രയും കിട്ടും. പിന്നെ ഇതാ സ്പ്രെഡ് ചെയ്തിട്ട് രണ്ട് സൈഡിലും വർക്ക് കിട്ടും. കണ്ടോ, സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്ക് രണ്ട് സൈഡിലും കിട്ടും. ഇതാ സ്ലീവിലും വർക്ക്, സ്ലിറ്റിലും വർക്ക് കിട്ടും. ഇടയ്ക്കിടയ്ക്കൊക്കെ വർക്ക് ഉണ്ട്. ഇത് വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തോരും അത് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല. 40 ആണ് സൈസ് കേട്ടോ. മേളിൽ മുതലേ വർക്കുണ്ട് കേട്ടോ. സ്ലീവിലും വർക്കുണ്ട്, ബാക്കിൽ ഇത് സിംഗിൾ വർക്കും കിട്ടും കേട്ടോ. 40 മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് ബ്ലൂ കളറിൽ, ഡാർക്ക് നേവി ബ്ലൂ കളറിൽ വരുന്ന കുർത്തിയാണ്. ഇത് കുറച്ചും കൂടി തെറിച്ച് നിൽക്കുന്ന കളറായിട്ടാണ് വീഡിയോയിൽ വരുന്നത്. അതുപോലെയല്ല, ബ്ലൂവിൻ്റെ നല്ല എന്താ പറഞ്ഞ ഒരു കരിഞ്ഞ ബ്ലൂ, ഒതുങ്ങി നിൽക്കുന്ന ബ്ലൂ ഇല്ലേ, അങ്ങനത്തെ കളറാണ് കേട്ടോ. ഡാർക്ക് തന്നെയാണ്, പക്ഷേ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന, കുറച്ച് ഡാർക്കിൽ നിൽക്കുന്നതാണ്. ഇതിനകത്ത് കുറച്ച് തെളിച്ചം കൂടുതലാണ് വരുന്നത്. അത് കളറിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര തെളിഞ്ഞ ഒരു നീല എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെയല്ല, ഇത് കരിഞ്ഞ് നിൽക്കുന്ന ഒരു ബ്ലൂ കളർ, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. ഡാർക്ക് തന്നെയാണ്, പക്ഷെ ഒതുങ്ങി നിൽക്കുന്ന കളറാണ്. കുറച്ചും കൂടെ ഡാർക്കിഷിൽ വരുന്നതാണ്, നല്ല ഡാർക്കിലാണ് വരുന്നത്. അല്ലാതെ ഇതുപോലെ ഒരു ഇതിനകത്ത് ഒരു തിളക്കം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രിൻ്റ് എല്ലാം സെയിം ആണ്. ഇതാ കണ്ടോ, അതിൻ്റെ വർക്കൊക്കെ സെയിം ആണ്. നല്ല ഹെവി വർക്കാണ് എല്ലാത്തിലും. എന്താ സൈഡിൽ ഇതുപോലെ ഒരു മാംഗോ ഡിസൈനാണ് വരുന്നത് കണ്ടോ. അത് താഴെ വരെ പോകുന്നുണ്ട്. സ്ലിറ്റിലും ഇതാ വർക്ക് കിട്ടുന്നുണ്ട്. സ്ലീവ് എൻഡിൽ വർക്ക് ഉണ്ട്. ബാക്കിൽ ഇതാ സിംഗിൾ വർക്ക് ഉണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്. അതുപോലെ കോട്ടൺ എന്ന് വെച്ചാൽ നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന സൈസ്, ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സൈസ് 42 ആണ്. ഇതിൻ്റെ നമ്മുടെ കയ്യിലുള്ളത് 40, 42, 44 കേട്ടോ. 40, 42, 44 എല്ലാം ഞാൻ പറയുന്നു തെളിഞ്ഞ റെഡ് അല്ല, കുറച്ച് എന്തെങ്കിലും ഡാർക്കായിട്ട് ഒതുങ്ങി നിൽക്കുന്ന കളർ ഡാർക്ക് തന്നെ. പക്ഷെ എന്നാ പറയേണ്ടത്, എനിക്കതിനിപ്പം പറയേണ്ടത് ഒരു ഡാർക്ക് നേവി ബ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ലാവെൻഡർ കളറാണ്. ഇതിൻ്റെ നമ്മുടെ കയ്യിൽ എല്ലാ സൈസും ഉണ്ട്. 38 മുതൽ 44 വരെ എല്ലാ സൈസും ഉണ്ട് കേട്ടോ. വർക്ക് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 44 ആണ് സൈസ്. ഇതാ ഇങ്ങനെ വരും ഇതിൻ്റെ വർക്ക് കണ്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. വന്നിട്ട് താഴത്തേക്ക് ഇതാ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വർക്ക് വരും. ഇങ്ങനെയാണ് താഴേക്കുള്ള വർക്ക് വരുന്നത്. സ്ലീറ്റിൽ വർക്കുണ്ട്, സ്ലീവ് എൻഡിൽ വർക്കുണ്ട്. ഇതിൻ്റെയൊക്കെ നെക്കിലെ വർക്ക് എന്ന് വെച്ചാൽ നല്ല ഹെവി വർക്കാണ് കേട്ടോ. അതാ പോട്ട്ലി ബട്ടൺസും ഒക്കെ ഉണ്ട്. എല്ലാ കുർത്തികളിലും തന്നെ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ഇതാ സിംഗിൾ പ്രിൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ കുർത്തി. ഇതിൻ്റെ നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ 38, 40, 42, 44 എല്ലാ സൈസും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് കുർത്തി നോക്കിയാൽ പിസ്ത ഗ്രീൻ കളറാണ് കണ്ടോ. ഇതാണ് വരുന്നത് കുർത്തി കണ്ടോ. വർക്കൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത് കണ്ടോ. ഇതാണ് മേളിലെ വർക്ക് വരുന്നത്. താഴേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്കാണ് വരുന്നത്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത്. താഴെ വരെ നിങ്ങൾക്ക് വർക്ക് കിട്ടും കേട്ടോ. എല്ലാ കുർത്തിയുടെയും താഴെ ഭാഗം വരെ വർക്ക് കിട്ടും, എല്ലാത്തിനും കിട്ടും സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്ക്. അതുപോലെ സ്ലിറ്റിലും വർക്ക് കിട്ടും, മേളിൽ ഇതുപോലെ ഹെവി വർക്ക് കിട്ടും. എല്ലാത്തിൻ്റെയും നെക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നെക്ക് ഒരെണ്ണത്തിൻ്റെ ക്ലോസറിൽ കണ്ടോളൂ. എല്ലാ കുർത്തികളുടെയും നെക്ക് ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ ഒരു വി കട്ടിങ് ചെറുതായിട്ട് വരും. ഇവിടെ ഈ പോട്ട്ലി ബട്ടൺസും വരും. ബാക്കിൽ ഇതുപോലെ ഒരു സിംഗിൾ വർക്കും വരും. ഇതിപ്പം ഇതിനകത്ത് നമ്മുടെ കയ്യിലുള്ളത് 40, 42, 44, 40, 42, 44, 46 ഉണ്ട് ഇതിൻ്റെ കേട്ടോ.
അപ്പോൾ ഇത്രയും കുർത്തികളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇനിയും കുറച്ച് കളേഴ്സും കൂടിയൊക്കെ ഉണ്ട്. അത് ഞാൻ വീണ്ടും പിന്നീട് കാണിക്കുന്നതായിരിക്കും. എല്ലാം കൂടെ ഒരുമിച്ചിടുമ്പം എനിക്കും ബുദ്ധിമുട്ടാണ്, അപ്പോൾ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള കുർത്തികളുടെ വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും. ഒന്നോ രണ്ടോ ദിവസത്തിനൊക്കെ. ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെയോ നാളത്തെ കഴിഞ്ഞോ ചിലപ്പോൾ നടക്കുമോ എന്നറിയത്തില്ല. കാരണം നമുക്കറിയാവില്ല ഇനിയിപ്പം പെസഹ വ്യാഴാഴ്ച അതൊക്കെ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ ഇപ്പം എനിക്ക് കുറച്ച് തിരക്ക്, നമ്മൾ ക്രിസ്ത്യൻസ് ഉള്ളവർക്ക്, അപ്പോൾ ഞാനതിങ്ങനെ അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ, എല്ലാവരും ഒരുപോലെ തന്നെ. എന്നാലും എനിക്ക് കുറച്ച് തിരക്ക് വരും. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറ്റുവാണെങ്കിൽ വീഡിയോ ഇടും, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഇടും കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.